ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് GCCയിലെ തന്നെ ഏറ്റവും വലിയ അമ്പലമായ ബാബ്സ് മന്ദിറിലാണ്. നിങ്ങൾ പത്രങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് ഈ ഒരു ടെമ്പിൾ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് വേഗം കണ്ടിട്ട് വരാം. നമ്മൾ മന്ദിറിൽ പോകുന്നതിനേക്കാളും മുമ്പേ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. mandir.ae എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ മെയിൽ ഐഡിയും പിന്നെ ആൾക്കാരുടെ എണ്ണവും കൊടുത്താൽ നമുക്കൊരു QR കോഡ് കിട്ടും. ആ ഒരു QR കോഡ് നമ്മൾ മന്ദിറിൽ എൻ്റർ ചെയ്യുമ്പോൾ കാണിക്കണം. പിന്നെ പാർക്കിംഗ് നമുക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഒരുപാട് പാർക്കിംഗ് സ്ലോട്ട്സ് അവൈലബിൾ ആയിരുന്നു. പിന്നെ ഈവനിങ് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈ ഒരു മന്ദിറിൻ്റെ ബ്യൂട്ടി കാണാൻ പറ്റും. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മന്ദിർ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഒരു 5:45 ആകുമ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ഇതേപോലെ ക്യൂ നിന്നിട്ട് സെക്യൂരിറ്റിക്ക് QR കോഡ് കാണിച്ചു കൊടുത്തിട്ട് വേണം ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ 2 ഗേറ്റ് ഉണ്ട്, ലേഡീസിന് സെപ്പറേറ്റും ജെൻസിന് സെപ്പറേറ്റും. ആദ്യം തന്നെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ ബാഗ് സ്കാൻ ചെയ്തു. അതിനുശേഷമാണ് ഉള്ളിലേക്ക് കടത്തി വിട്ടത്. ഈ ഒരു അമ്പലം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ UAE മിക്ക അമ്പലങ്ങളും നോർത്ത് ഇന്ത്യൻ ശൈലിയിൽ തന്നെയാണ് അവരുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. ഈ അമ്പലത്തിൻ്റെ 2 സൈഡിലും ആയിട്ട് ഇതുപോലെ വാട്ടർ പോൺസ് ഉണ്ട്. ഏതൊരു അമ്പലങ്ങളിലെയും പോലെ നമ്മൾ ചെരുപ്പ് അഴിച്ചിട്ട് വേണം ഈ ഒരു അമ്പലത്തിലും കയറാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു, ഷൂസും ചെരുപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു റാക്കിൽ നമുക്ക് ചെരുപ്പ് അഴിച്ചു വെക്കാം. അങ്ങനെ നമ്മൾ ഇവിടെ ഷൂ എല്ലാം എടുത്ത് വെച്ച് ഇനിയിപ്പം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറണം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഫ്ലവർ സ്റ്റാൾ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഫ്ലവേഴ്സ് വാങ്ങിക്കാം. റിട്ടേണിന് ഇവിടെ നിന്ന് റോസ് വാങ്ങിക്കുന്നുണ്ട് 6 ദിർഹംസ് കൊടുത്തിട്ട്. അമ്പലത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഈ ഒരു മണികൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഈ ഒരു ബാബ്സ് മന്ദിർ നിർമ്മിച്ചിരിക്കുന്നത് ഫുള്ളൊരു റെഡ് സ്റ്റോൺ വെച്ചിട്ടാണ്. അത് മെയിനായിട്ട് നമ്മുടെ ഇന്ത്യയിലെ രാജസ്ഥാനിൽ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് അവർ ഈ ഒരു ഫുള്ള് ബാബ്സ് മന്ദിറിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ അതിൻ്റെ ഇടയിൽ വൈറ്റും വന്നിരിക്കുന്നത്, വൈറ്റ് കളറ് വന്നിരിക്കുന്നതാണ്. അത് മെയിനായിട്ട് ഇറ്റാലിയൻ മാർബിളാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഫുള്ള് വൈറ്റ് സ്റ്റോണും പിന്നെ അതേപോലെ പിങ്ക് കളറ് സ്റ്റോണും വെച്ചിട്ടാണ് ഈ ഒരു അമ്പലം ഫുള്ള് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഫുള്ള് എന്താ പറയുക, ഗ്ലാസ് വെച്ചിട്ട് ഇതിൻ്റെ ഡോറൊക്കെ ഫുള്ള് ഗ്ലാസ് കൊണ്ടാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡോറാണ് ഇവിടെ ഫുള്ള് ഉള്ളത്. നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഇവിടെ പുറത്തു നിന്ന് കാണാൻ പറ്റും. 2024 ഫെബ്രുവരി 14 സ്വാമിനാരായണ ശാസ്ത്ര ഈ ഒരു അമ്പലം അബുദാബിയിൽ പണി കഴിപ്പിച്ചത്. അബുദാബിയിലെ ഫസ്റ്റ് ഹിന്ദു മന്ദിറും കൂടിയാണ് ഇത്. നമ്മൾ ഇത്ര നേരം അമ്പലത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് കണ്ടത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഞാൻ ആദ്യം വിചാരിച്ചത് അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്നാണ്. പക്ഷെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു വീഡിയോ ആൻഡ് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ്. ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് ഉള്ളിൽ. മഹാവിഷ്ണു ഉണ്ട്, മഹാദേവനുണ്ട്, ശ്രീരാമനുണ്ട്, പാർവതി ഉണ്ട്, പിന്നെ കുറേ സ്വാമി ഗുരുക്കന്മാരുണ്ട്, പിന്നെ അയ്യപ്പ സ്വാമി ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകൾ
ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഭംഗി, ആർക്കിടെക്ചർ ആയിക്കോട്ടെ, ഫുൾ ആ ഒരു കൊത്തുപണികളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. പിന്നെ അതേപോലെ ദൈവങ്ങളുടെ രൂപങ്ങളായിക്കോട്ടെ ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവരുടെ ആഭരണങ്ങളൊക്കെ ഭയങ്കര നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും, അത്രയും ഭംഗിയാണ്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പോൾ എന്തോ 6:30 എന്തോ ആരതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ താഴെ പോയിട്ട് നോക്കട്ടെ എന്ന്. എന്ത് ഭംഗിയല്ലേ, സീരിയസ്ലി. ഇവിടെ 2 ടൈപ്പ് ആരതിയാണുള്ളത്. ഒന്ന് താമര വെച്ചിട്ടും പിന്നെ അതേപോലെ വിളക്ക് വെച്ചിട്ടും. അങ്ങനെ ഞാനൊരു താമര വാങ്ങിച്ചിട്ടുണ്ട് ആരതി ചെയ്യാൻ महंत स्वामी महाराज की जय। आरती के दिव्य गान एवं दीपक के प्रकाश के साथ हमने गंगा आरती। जय स्वामी नारायण। സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹിന്ദി സീരിയലൊക്കെ കാണുന്ന പോലെയാണ്. എനിക്കിതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡ് തന്നെ ഉണ്ട്. ഈ അമ്പലത്തിൻ്റെ ബ്യൂട്ടി ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രി തന്നെയാണ്. കാരണം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു പോയി ചെരുപ്പൊക്കെ ഇട്ടു. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു കെഫേ ആൻഡ് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ കഴിക്കാം. അവിടെ നമുക്ക് പ്രസാദമുണ്ട്. ഒരു സോൻപാപ്പടി പോലത്തെ ഒരു സാധനമാണ്, എന്തൊരു സ്വീറ്റാണ്, എന്താണെന്നറിയില്ല. ഇവിടുത്തെ അമ്പലത്തിലെ ആരതിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ബൈ.